ഹോം നേഴ്സ് ബിസിനസ് എന്ന് പറഞ്ഞാൽ യു എയിൽ ഭയങ്കര ഒരു സാധ്യതയുള്ളതാണെന്ന് നമ്മൾ പലപ്പോഴും ഒരു ഡിസ്കഷനിൽ നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഹോം നേഴ്സ് നേഴ്സിംഗ് ബിസിനസ് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾ? നല്ലൊരു ടോപ്പിക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ലോകത്ത് എവിടെ പോയാലും മലയാളി നേഴ്സസ് ഇല്ലാത്ത രാജ്യങ്ങളില്ല തന്നെ പറയാം. അപ്പൊ അതില് വീടുകളിൽ പോയി കൊടുക്കുന്ന നേഴ്സസ് എന്ന് പറയുന്നതിൽ ഇപ്പം അവർ ജെറിയാട്രിക് കെയർ ചെയ്യുന്നവരുണ്ടാവും, പിന്നെ അതുപോലെ പാലിയേറ്റീവ് ആളുകളെ കെയർ ചെയ്യുന്നവര്, പോസ്റ്റ് നാറ്റൽ, പ്രീനാറ്റൽ പ്രസവവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി. അത് വലിയ എന്താ പറയാ ഏരിയ ആണ്. ഇപ്പോ എക്സ്പാട്രിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര്, ഇപ്പൊ നമ്മൾ മലയാളികൾ മാത്രമല്ല, ഇന്ത്യൻസ് ആയിട്ടും എത്രയോ 200 അല്ലെങ്കിൽ 250 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ഹോസ്പിറ്റലുകളിൽ പ്രസവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം ഇവർക്കൊക്കെ ഈ സർവീസ് ആവശ്യമുണ്ട്. അപ്പൊ ഈ സർവീസൊക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പൊ 7 എമിറേറ്റുകളിലും പല എമിറേറ്റുകളിലും പലതരത്തിലുള്ള ഹെൽത്ത് അതോറിറ്റീസ് ഉണ്ട്. ദുബായ് എമിറേറ്റിനെ സംബന്ധിച്ചിടത്തോളം DHA, ദുബായ് ഹെൽത്ത് അതോറിറ്റിയാണ് അതിന്റെ പിന്നെ അവസാന വാക്ക്. അപ്പോൾ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു മെഡിക്കൽ ആക്ടിവിറ്റിയാണിത്. അപ്പൊ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഹോം ഹെൽത്ത് കെയർ സർവീസസ്. ഇതാണ് ഹോം നഴ്സിംഗിന് നമ്മൾ എടുക്കുന്ന ഒരു പിന്നെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രകാരം ഒരു ഡോക്ടർ നിർബന്ധം, GP ഡോക്ടർ വേണം ആ സ്ഥാപനത്തിന്. കാരണം പെട്ടെന്നൊരു എമർജൻസി കോൾ വന്നാൽ ആ ഡോക്ടർ അവിടെ ആ വീട്ടിലെത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് DHA പറയുന്നത്. രണ്ടാമത്തെ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് 2 BSc നേഴ്സസ് വേണം. അത് ഗ്രാജുവേറ്റ് നേഴ്സസ് വേണം. ഇപ്പൊ 2 പേര് വേണം കമ്പനിയിൽ. പിന്നെ 3 ഡിപ്ലോമ നേഴ്സസ്, അവരുടെ താഴെയുള്ള നേഴ്സസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കമ്പനി ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല, ആ ഉണ്ടാക്കി കൊടുത്ത കമ്പനിക്ക്, ഹോം നഴ്സിംഗ് കമ്പനിക്ക് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള പെർമിഷൻസ്, അതായത് അവരുടെ അപ്രൂവൽസ് വേണമല്ലോ ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ, അതടക്കം നമ്മൾ ചെയ്തു കൊടുക്കും. ഈ നേഴ്സസിന്റെ ഇവിടുത്തെ ഡാറ്റ ഫ്ലോ, അതുപോലെ ഈ അപ്രൂവൽ DHAയിലും അതുപോലെ അബുദാബി പിന്നെ ഫെഡറൽ അപ്രൂവൽസ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഗൈഡൻസ് അതും നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഹോം നഴ്സിംഗ് സ്ഥാപനം തുടങ്ങുന്ന ആളുകൾക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാ ഗൈഡൻസും, എങ്ങനെ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യണം, അവരുടെ അപ്രൂവൽസ് എങ്ങനെ എടുക്കാം, അവരുടെ എക്സാം എങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഗൈഡൻസ് നമുക്ക് കൃത്യമായിട്ട് ഈ സ്ഥാപനം തുടങ്ങുന്നവർക്ക് കൊടുക്കാനേ സാധിക്കും.